ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമുക്ക് CUET UGയുടെ കെമിസ്ട്രി ക്ലാസ്സാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ സെക്കൻഡ് ചാപ്റ്റർ അല്ലെ, സൊല്യൂഷൻസ് എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ ക്ലാസ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ, സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷൻസിന്റെ ഒരു ഫസ്റ്റ് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ സോൾവെന്റ് എന്താണ്, എക്സാമ്പിൾ വെച്ച് നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ബൈനറി സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, അക്വസ് സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ സൊല്യൂഷൻസ് അല്ലെ, നമ്മൾ ഗേഷ്യസ് സൊല്യൂഷൻസ് ഉണ്ട്, അതുപോലെ സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ 3 തരത്തില് 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്, അതുപോലെ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അല്ലെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺസെൻട്രേഷനെ, അതായത് സൊല്യൂഷന്റെ കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് ടേംസ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, അതുപോലെ തന്നെ മൊളാരിറ്റി, പിന്നെ എന്തൊക്കെയായിരുന്നു, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ അല്ലെ, അതുപോലെ തന്നെ പാർട്സ് പെർ മില്യൺ. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ അല്ലെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ അല്ലേ. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കിയത് സൊല്യൂബിലിറ്റി എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു. സൊല്യൂബിലിറ്റിയിൽ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്താന്ന്, അതുപോലെ തന്നെ ഈ ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും ആ ഒരു എഫക്റ്റ് അല്ലെ, സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസിൽ അതിന്റെ എഫക്റ്റ് എന്താന്ന്, ഈ പ്രഷറിന്റെ എഫക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഹെൻറീസ് ലോ എന്ന് പറഞ്ഞ ഒരു ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹെൻറീസ് ലോയിൽ ആ ഒരു കോൺസ്റ്റന്റിന്റെ വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അല്ലെ. അതിനുശേഷം നമ്മൾ ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ അല്ലേ, ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ അല്ലെ. സോ നമ്മൾ ഇന്നത്തെ നമ്മുടെ CUET UG കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വേപ്പർ പ്രഷർ. ആരുടെ വേപ്പർ പ്രഷർ ആണ്? ലിക്വിഡ് സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. അതിൽ വരുന്നതാണ് ഈ റോൾസ് ലോയും അതുപോലെ ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഒക്കെ. ഓക്കെ അല്ലേ, ഈ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവർക്കും അല്ലെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ അല്ലേ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ ക്ലാസ്സിലേക്ക്? സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? യെസ്, അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്. ലിക്വിഡ് സൊല്യൂഷനുകളുടെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ലിക്വിഡ് സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷർ. ഓക്കെ ആണല്ലോ, അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ അതില് നമ്മൾ ആ ഒരു 2 എക്സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മുടെ തുടക്കം തന്നെ ടോപ്പിക് പോകുന്നത്. അതായത് നമ്മൾ 2 വോളറ്റൈൽ ലിക്വിഡ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 2 വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്ത് പോകുന്ന ലിക്വിഡ്സിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയാം. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ 2 വോളറ്റൈൽ ലിക്വിഡ്സ്, ഇപ്പൊ നമ്മൾ AB എന്ന് പറഞ്ഞ 2 വോളറ്റൈൽ ലിക്വിഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ അല്ലേ. When both liquids are taken in a closed vessel, നമ്മളൊരു അടച്ചുറപ്പുള്ള ഒരു വെസലിൽ നമ്മൾ 2 ലിക്വിഡ്സിനെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ both components would evaporate and an equilibrium would be established between liquid and vapor phase. അതായത് നമ്മൾ ഈ 2 ലിക്വിഡ്സിനെ, ഇപ്പൊ ഞാൻ AB എന്ന് പറഞ്ഞ 2 ലിക്വിഡ്സിനെ, 2 വോളറ്റൈൽ ലിക്വിഡ്സിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ക്ലോസ്ഡ് വെസലിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 2 ലിക്വിഡ്സിന്റെയും കമ്പോണൻസ് എന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യുകയും ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയും എന്തുണ്ടാവുന്നു, ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പൊ എടുത്തിട്ടുള്ള നമ്മുടെ സബ്സ്റ്റൻസ് ലിക്വിഡ് ആണ്. ഈ ലിക്വിഡ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, വേപ്പർ ആയിട്ട് മാറും, ഗ്യാസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഈ ലിക്വിഡിനും ഈ ഒരു ഗ്യാസിനും ഇടയിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവില്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു ഇക്വിലിബ്രിയം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. പിടികിട്ടിയോ? അപ്പൊ 2 ലിക്വിഡ്സിന്റെയും എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ഓക്കെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പാർഷ്യൽ വേപ്പർ പ്രഷറിനെ, അതായത് PA എന്ന് പറയാം. കമ്പോണന്റ് എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷറിനെ നമുക്ക് PA എന്നെടുത്താൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റ് A നമ്മൾ എന്തിങ്ങനെ എടുക്കുന്നു, PA ആയിട്ട് എടുക്കുന്നു. ഓക്കെ അല്ലേ.
പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റ് എ നമ്മൾ PA ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റ് ബി നമ്മൾ PB ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എക്സ് അല്ല കൈ ഓക്കെ അല്ലെ? കൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ ട്ടോ, കൈ എ ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ B ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയാ ഞാൻ പറയുന്നത്? രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് എ ബി നമ്മൾ ഒരു ക്ലോസ്ഡ് വെസലിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡ്സ് എന്ത് ചെയ്യുന്നു? ഇവാപറേറ്റ് ചെയ്യും. ഇവാപറേറ്റ് ചെയ്തിട്ട് വേപ്പർ ഫേസിലേക്ക് പോകും. അപ്പൊ അവിടെ എന്തുണ്ടാവുന്നു? ഈ ലിക്വിഡും വേപ്പറും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിന്റെ എ എന്ന് പറഞ്ഞ ലിക്വിഡിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ PA ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ബി എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ നമുക്ക് PB ആയിട്ട് കൺസിഡർ ചെയ്യാം. എ എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ A ആയിട്ടും ബി എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ B ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആരെ പറയാം? റോൾസ് ലോനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? റോൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the law states that for a solution of volatile liquids, the partial vapor pressure of each component in the solution is directly proportional to its mole fraction. എന്താ പറയുന്നത്? എന്താണെന്ന്? യെസ്, ഈ ലോ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സിന്റെ സൊല്യൂഷനിൽ അവരുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ, അതായത് ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശ്രദ്ധിച്ചോ? അതായത് റോൾസ് ലോ പ്രകാരം പറയുന്നത് എന്താണ്? വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷനുകളുടെ വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷനുകളുടെ ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നതാണ് റോൾസ് ലോ പറയുന്നത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് for a solution of volatile liquids, the partial vapor pressure of each component in the solution is directly proportional to its mole fraction. So നമുക്ക് എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്കലി നമുക്ക് ഈ റോൾസ് ലോ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? യെസ്, P എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാം? നമുക്ക് P എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തുമാണ്? കൈയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈച്ച് കമ്പോണന്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കമ്പോണന്റിനും നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം ഓരോ കമ്പോണന്റിനും? ഇപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ കമ്പോണന്റ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. എ എന്ന് പറഞ്ഞ കമ്പോണന്റ് എടുത്തു കഴിഞ്ഞാൽ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ PA അല്ലേ? ഈ PA എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷൻ എയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. നോക്കിക്കേ, പറയുന്ന കാര്യം ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. യെസ്, നോക്കിയേ, പറഞ്ഞ കാര്യം എന്തായിരുന്നു? പാർഷ്യൽ വേപ്പർ പ്രഷർ. ഇപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ കമ്പോണന്റിനെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എയുടെ പാർഷ്യൽ വേപ്പർ പ്രഷർ PA ആണ്. ഇതാരുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ മോൾ ഫ്രാക്ഷൻ എയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ബി എന്ന് പറഞ്ഞ ആളെടുക്കാലോ. ബി, ഇപ്പൊ ഞാൻ രണ്ട് കമ്പോണന്റ്സിനെ കുറിച്ചല്ലേ പറയുന്നുള്ളൂ. അപ്പൊ ബി എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ PB ആണ്. ഇതാരുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ബിയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? സോ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റിക്കൂടെ? ബൈ ചേഞ്ചിങ് ദ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് എടുക്കാൻ കിട്ടുന്ന ഒരാളാണ് ഏത്? PA ഈക്വൽ ടു P0 A അല്ലെങ്കിൽ P0 A ഇൻറ്റു A. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ PB ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? P0 B ഇൻറ്റു B. പിടികിട്ടിയോ? ഈ P0 A അല്ലെങ്കിൽ P0 B എന്നൊക്കെ പറഞ്ഞ എന്താ അറിയോ? പാർഷ്യൽ വേപ്പർ പ്രഷർ ആണ്. ഓക്കെ അല്ലെ? വേർ P0 A is the vapor pressure of pure component A at the same temperature. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PA ആണ്. P0 A എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? P0 A is the vapor pressure of പ്യൂർ കമ്പോണന്റ് A at the same temperature. അപ്പൊ അതേ സെയിം ടെമ്പറേച്ചറിലുള്ള ആ A എന്ന് പറഞ്ഞ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ, ആ വേപ്പർ പ്രഷറിനെയാണ് P0 A എന്ന് പറയുന്നത്. അതേപോലെ B എന്ന് പറയുന്നത് എന്തായിരിക്കും? P0 B എന്ന് പറയുന്നത്
പ്യുർ കമ്പോണന്റ് ബിയുടെ വേപ്പർ പ്രഷർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. പിടികിട്ടിയോ? അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോഴാണ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്നും പി നോട്ട് എ ഇൻറ്റു കൈ എ എന്ന് പറഞ്ഞിട്ടും കിട്ടുന്നത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ, മനസ്സിലായല്ലോ അല്ലെ? സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ഓക്കെ, മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ അല്ലെ? അപ്പൊ റോൾസ് ലോ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ. അപ്പൊ റോൾസ് ലോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷന്റെ ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? അടുത്ത് നോക്കി നോക്കിയേ, ഇവിടെ നോക്കി നോക്കിയേ, വേറൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലെ, മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. നോക്കിയേ, പി സൊല്യൂഷൻ അല്ലെങ്കിൽ പി ടോട്ടൽ എന്നൊക്കെ പറയും കേട്ടോ. പി സൊല്യൂഷൻ ഈക്വൽ ടു പി നോട്ട് സോൾവെന്റ് ഇൻറ്റു കൈ സോൾവെന്റ്. അതായത് പി നോട്ട് സോൾവെന്റ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സോൾവെന്റ്, പ്യുർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ഇൻറ്റു ആ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ. അതാണ് ആ സൊല്യൂഷന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? നമുക്ക് ഈ റോൾസ് ലോ പ്രകാരം പറഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി ഇൻ ദിസ് സൊല്യൂഷൻ പി നോട്ട് സോൾവെന്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ സോൾവെന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. P solution is the total pressure of the solution and chi solvent is the mole fraction of the solvent. ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോ പി നോട്ട് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ പ്യുർ കമ്പോണന്റ് ആയിട്ടുള്ള പ്യുർ സോൾവെന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറും, പി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൊല്യൂഷന്റെ ടോട്ടൽ ആയിട്ടുള്ള പാർഷ്യൽ വേപ്പർ പ്രഷറും, കൈ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മോൾ ഫ്രാക്ഷനുമാണ്. ഓക്കെ അല്ലെ? ഇനി റോൾസ് ലോന്റെ പ്രൂഫ് ഒന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, പ്രൂഫ് നമുക്ക് നോക്കാം അല്ലെ? ഓക്കെ അല്ലെ? റെഡി അല്ലേ പ്രൂഫ് നോക്കാനായിട്ട്? യെസ്, നോക്കി നോക്കിയേ, ഞാൻ പ്രൂഫിലേക്ക് കടക്കാണ്. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ സൊല്യൂട്ട് എ ആൻഡ് സോൾവെന്റ് ബി, ദ ടോട്ടൽ പ്രഷർ ഈസ് ദ സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദ ടു. അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കി. ഇപ്പൊ ഞാനൊരു വോളറ്റൈൽ സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കും. ആ വോളറ്റൈൽ സൊല്യൂഷന് സൊല്യൂട്ടും ഉണ്ടായിരിക്കും, ആരുണ്ടായിരിക്കും? സോൾവെന്റും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലെ? സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ഓക്കെ അല്ലെ? സൊല്യൂട്ട് എ ആണ്, സോൾവെന്റ് ബി ആണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എനിക്ക് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ടിന്റെയും പ്രഷറിന്റെ സം ആയിരിക്കുമല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? പി സൊല്യൂഷൻ. പി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? പി എ പ്ലസ് പി ബി എന്നുള്ളതാണ്. ആ പി എ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? മോൾ ഫ്രാക്ഷൻ ഈക്വൽ ആണ് അല്ലെ? സോ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് അതിനെ പി നോട്ട് എ ഇൻറ്റു കൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്ന് കൊടുക്കാം. കൊടുത്തൂടെ? കൊടുക്കാമല്ലോ. എങ്ങനെയാണ്? പി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ സമ്മാണ്? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റിന്റെയും അതുപോലെ തന്നെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് അടുത്ത സോൾവെന്റിന്റെയും ഈ സമ്മാണ് അല്ലെ? സമ്മാണ് അല്ലെ? രണ്ടിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സമ്മാണ് ആ ഒരു സൊല്യൂഷന്റെ ടോട്ടൽ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന്. അപ്പൊ എനിക്ക് പി എക്ക് പകരം എന്തെന്ന് കൊടുക്കാം? പി നോട്ട് എ ഇൻറ്റു കൈ എ എന്ന് കൊടുക്കാം. പി ബിക്ക് പകരം എന്തെന്ന് കൊടുക്കാം? പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്ന് കൊടുക്കാം. ഓക്കെ അല്ലെ? ആസ് വി ഓൾ നോ, നമുക്കറിയാം അല്ലെ, എന്താ മോൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? എങ്ങനെ എഴുതാം? കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി എന്ന് പറഞ്ഞു കൊടുത്തൂടെ? കൊടുക്കാമല്ലോ. യെസ്, അപ്പൊ കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി. Now place this value in the above equation. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ കൈ എയുടെ പ്ലേസിൽ ഈ ഒരു പ്ലേസിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ പി നോട്ട് എ ഇൻറ്റു കൈ എക്ക് പകരം 1 മൈനസ് കൈ ബി പ്ലസ് എന്തെന്ന് വരും? പി നോട്ട് ബി ഇൻറ്റു കൈ ബി. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനെ കൊണ്ട് ഉള്ളിലേക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ പി നോട്ട് എ ഇൻറ്റു 1 പി നോട്ട് എ മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ? ഇതിൽ നിന്നും കോമൺ ആയിട്ടുള്ള കൈ ബീനെ പുറത്തേക്ക് എടുക്കാലോ. എന്നിട്ട് ആ ഒരു മൈനസും പ്ലസ് സൈൻസിനൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? പി നോട്ട് എ ഇൻറ്റു എങ്ങനെ കിട്ടും നമുക്ക്? യെസ്, പി നോട്ട് എ ഇൻറ്റു ഓക്കെ ഇങ്ങനെ കിട്ടും അല്ലെ? പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി എന്ന് പറഞ്ഞു കിട്ടും. ഇതെങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലാവണം. എങ്ങനെ കിട്ടിയിട്ടുള്ളത്? കൈ ബി കോമൺ ആയിട്ട് വരുന്ന ആ ഒരു കൈ ബീനെ ഞാൻ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ നെഗറ്റീവിനെയും മൈനസിനെയൊക്കെ ഒന്ന് റീഅറേഞ്ച്മെന്റ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി എന്ന് പറഞ്ഞു കിട്ടി.
ഓക്കെ അല്ലേ? ഇതാണ് ഈ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. ആരുടെ? റൂൾസ് ലോന്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി ഈക്വൽ ടു പി സൊല്യൂഷൻ. പി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഗ്രാഫ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ വേപ്പർ പ്രഷർ, അതായത് എ എന്ന് പറഞ്ഞ കമ്പോണന്റ് വേപ്പർ പ്രഷറും പി എന്ന് പറഞ്ഞ കമ്പോണന്റ് പാർഷ്യൽ വേപ്പർ പ്രഷറും അവരുടെ എ കൈ ബി അവരുടെ മോൾ ഫ്രാക്ഷനുമായിട്ട് നമുക്കൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഗ്രാഫ് നമുക്ക് തൊട്ടടുത്ത പേജിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഗ്രാഫിലേക്ക് പോയി നോക്കാം. റെഡി അല്ലേ? യെസ്, ഇതാണ് ഗ്രാഫ്. ഓക്കെ അല്ലെ? ഏതൊക്കെ തമ്മിലാണ്? എക്സ് ആക്സിസിൽ ഏതാ ഉള്ളത്? ആക്സിസിൽ വേപ്പർ പ്രഷറും. ഓക്കെ അല്ലെ? എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ. അപ്പൊ ഇതാണ് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി, കൈ എ ഈക്വൽ ടു 1 ആണ്, കൈ എ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ്? പി എ ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ, അതുപോലെ പി ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട്. പി ബി ഈസ് ഈക്വൽ ടു പി 0 ബി ഇൻറ്റു കൈ ബി. ഓക്കെ, യെസ്, അതിനും ചിത്രം കേട്ടോ. വേറെ ചിത്രം ഉണ്ടോ നോക്കിയതാണ്. ഓക്കെ അല്ലെ? അങ്ങനെ അതിന്റെ ചിത്രം പി ടോട്ടൽ ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി എന്ന് വെച്ചിട്ട് പി തന്നിട്ടുണ്ട്. അതുപോലെ പി ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് ആ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പൊ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, പി ടോട്ടൽ തന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു പ്ലോട്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലെ? ഇതാണ് ലീനിയർ പ്ലോട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പിടികിട്ടിയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റോൾസ് ലോനും അതുപോലെ ഹെൻറീസ് ലോയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ റോൾസ് ലോനെ നമുക്ക് ഹെൻറീസ് ലോയുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് പറയാം. അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം അല്ലെ, അക്കോർഡിംഗ് ടു റോൾസ് ലോ പ്രകാരം നമുക്ക് എന്തറിയാം? ഒരു വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ P1 ഈക്വൽ ടു പി നോട്ട് 1 ഇൻറ്റു കൈ 1 എന്ന് പറഞ്ഞു കൊടുക്കാം. കൊടുത്തൂടെ? ഓക്കെ അല്ലേ? യെസ്. അതേപോലെ തന്നെ ഹെൻറീസ് ലോ പ്രകാരം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഒരു വേപ്പർ പ്രഷർ അല്ലെ, അതായത് ദ വേപ്പർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ്, ഒരു ഗ്യാസ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമുക്ക് കെ എച്ച് എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റന്റ് കിട്ടും. അതിനെ നമ്മൾ ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? അപ്പൊ പി ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു, സോറി എക്സ് അല്ല കൈ എന്ന് പറഞ്ഞു കൊടുത്തൂടെ? അതും ഒരു റിലേഷൻ അല്ലേ? യെസ്. Thus, Rolle's law becomes a special case of Henry's law in which Kh becomes equal to P naught 1. ആണോ? നോക്കി. ഈ രണ്ട് ഇക്വേഷനും കൂടി നമുക്കൊന്ന് റിലേറ്റ് ചെയ്താലോ? ഈ രണ്ട് ഇക്വേഷനും കൂടി റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യെസ്, കെ എച്ചിന് പകരം പി നോട്ട് 1 വന്നു മാത്രമല്ലേ ഉള്ളൂ. ബാക്കി അതർവൈസ് ആ രണ്ട് ഇക്വേഷനും സെയിം അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് റോൾസ് ലോയും ഹെൻറീസ് ലോയും തമ്മിൽ എന്താണ്? ഒരു റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആസ് എ സ്പെഷ്യൽ കേസ് ആണ് ഹെൻറീസ് ലോന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് റോൾസ് ലോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിടികിട്ടിയല്ലോ? അപ്പൊ റോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റോൾസ് ലോ എന്താണെന്ന് നമുക്ക് എഴുതാം. ഇതിൽ കൂടെ റോൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്? വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. P1 ഈക്വൽ ടു പി നോട്ട് 1 ഇൻറ്റു കൈ 1. അതുപോലെ തന്നെ എന്താണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്? ഒരു ഗ്യാസ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനുമായിട്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസും കൂടി നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി നോട്ട് 1 ഈക്വൽ ടു കെ എച്ച് എന്ന് പറഞ്ഞൂടെ? യെസ്, പി നോട്ട് 1 പകരം നമുക്ക് എന്ത് ചെയ്യാം? കെ എച്ച് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും അല്ലെ? അപ്പൊ ഇത് രണ്ടും എന്താണ്? റോൾസ് ലോ ബിക്കംസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ജനറൽ ഫോം ഓഫ് റോൾസ് ലോയ്ക്ക് പോയാലോ? ഈ റോൾസ് ലോന്റെ ജനറൽ ഫോമിലേക്ക് നമുക്ക് പോകാം. അതായത്
ഫോർ എനി സൊല്യൂഷൻ നമുക്കറിയാം അല്ലെ, ഏതൊരു സൊല്യൂഷൻ ആയിക്കോട്ടെ, ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. അല്ലെ, ഏതൊരു സൊല്യൂഷൻ നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ, അവരുടെ എല്ലാവരുടെയും വോളറ്റൈൽ കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അവരുടെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമോ? ആയിരിക്കും അല്ലെ. നമ്മൾ ഏതൊരു സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്താലും അവരുടെയൊക്കെ അല്ലെ, അവരുടെ അടങ്ങിയിട്ടുള്ള വോളറ്റൈൽ കമ്പോണന്റ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ വോളറ്റൈൽ കമ്പോണന്റ് അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് അല്ലെ, അവിടുത്തെ പാർഷ്യൽ വേപ്പർ പ്രഷറും അവരുടെ മോൾ ഫ്രാക്ഷനും തമ്മിൽ എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോം ഒന്ന് നോക്കിയാലോ. എങ്ങനെയാണ് നോക്കുന്നത്? നമ്മളൊരു ബൈനറി സൊല്യൂഷൻ എടുക്കുന്നു. ബൈനറി സൊല്യൂഷൻ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, രണ്ട് കമ്പോണൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഞാൻ എ ബി എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ്, അതായത് ഒരാൾ സോൾവെന്റും ഒരാൾ സൊല്യൂട്ടുമായിട്ടുള്ള എ ബി എന്ന് പറഞ്ഞ രണ്ട് കമ്പോണൻസ് എടുത്തു. അങ്ങനെ ഒരു ബൈനറി സൊല്യൂഷൻ ഞാൻ എടുത്തു. അപ്പൊ നമുക്ക് റോൾസ് ലോ പ്രകാരം നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മളൊരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താവുന്നു? സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറയുകയാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെന്റ്, ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട്, നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി വേപ്പറൈസ് ചെയ്ത് പോകാത്ത ഒരു സൊല്യൂട്ടിനെ ഞാൻ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ബിക്കം ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറയുന്നു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു റോൾസ് ലോ പി എസ് ഈക്വൽ ടു പി എ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എന്താണ്? പി എസ് ഈക്വൽ ടു പി എ ഈക്വൽ ടു എന്തെന്ന് പറയാം നമുക്ക്? പി എ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് പി എക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? പി നോട്ട് എ ഇൻറ്റു കൈ എ എന്ന് പറഞ്ഞു കൊടുക്കാലോ. യെസ്, പി എസ് ഈക്വൽ ടു പി എ ഈക്വൽ ടു എങ്ങനെ പറയാം നമുക്ക്? പി എസ് ഈക്വൽ ടു പി എ ഈക്വൽ ടു എന്തെന്ന് പറയാം? യെസ്, പി നോട്ട് എ ഇൻറ്റു കൈ എ എന്ന് പറഞ്ഞു കൊടുക്കാം. അതിൽ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ്. ആൻഡ് കൈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷൻ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ് വീണ്ടും നമ്മൾ പറയുന്നത്. ഫോർ എ സൊല്യൂഷൻ കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1, വേർ കൈ എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി. നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ എക്ക് പകരം കൈ ബി അല്ലെ, 1 മൈനസ് കൈ ബി എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ പി എസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? പി എസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു 1 മൈനസ് കൈ ബി. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പി നോട്ട് എനെ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈക്വൽ ടു 1 മൈനസ് കൈ ബി. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കൈ ബി, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള 1നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ. 1 മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലോ. പി നോട്ട് എ മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ അല്ലേ? അതായത് നമുക്ക് എങ്ങനെ പറയാം? യെസ്, എന്താണ്? പി നോട്ട് എ മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈക്വൽ ടു കൈ ബി. പറഞ്ഞൂടെ? യെസ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി കണ്ടുപിടിക്കാനുള്ള ആ ഒരു എക്സ്പ്രഷൻ ആണ് പി നോട്ട് എ മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? ഈ പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ആണ് അല്ലെ. പിടികിട്ടിയല്ലോ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ്, ഈ പി നോട്ട് എ മൈനസ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്നാണ് അർത്ഥം. പി നോട്ട് എ മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്നാണ് അർത്ഥം. പിടികിട്ടിയോ? അപ്പോ ഈ പി നോട്ട് എ മൈനസ് പി ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? ഈ ഒരു ഇക്വേഷനിൽ നിന്നും പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോൾവെന്റിനെക്കാട്ടിലും കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? സോൾവെന്റിനെക്കാട്ടിലും സൊല്യൂട്ടിന്റെ
കുറയുകയാണ് ചെയ്യുന്നത്, സൊല്യൂഷന്റെ കുറയുകയാണ് ചെയ്യുന്നത്. അത് കാണിച്ചു തരുന്ന ആ ഒരു റിലേഷൻ ആണ് പി നോട്ട് എ മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു കൈ ബി, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി അല്ലെ. ബി എന്ന് പറയുന്നതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി, കൈ ബി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? യെസ് അല്ലെ? അപ്പൊ നമ്മൾ റോൾസ് ലോന്റെ ജനറൽ ആയിട്ടുള്ള ഫോമും പഠിച്ചു, അതുപോലെ റോൾസ് ലോന്റെ മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ടായിരുന്നു അല്ലെ, ഒരു എക്സ്പ്രഷൻ കൂടി ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ നോക്കി. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമ്മൾ അടുത്തത് പോകാനായിട്ടുള്ള ടോപ്പിക് ആണ് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? ദ സൊല്യൂഷൻസ് which obey Rolle's law at every range of concentration and at all temperatures are called ideal solutions. എന്താണ് ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊക്കെ സൊല്യൂഷൻസ് ആണോ റോൾസ് ലോനെ ഒബേ ചെയ്യുന്നത്, വെറുതെ ഒബേ ചെയ്താൽ മതിയോ? പോരാ അല്ലെ. അറ്റ് എവറി റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, അറ്റ് ഓൾ ടെമ്പറേച്ചർ. അപ്പൊ എല്ലാ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ എല്ലാ കോൺസെൻട്രേഷനിലും ആ സൊല്യൂഷൻ എന്ത് ഒബേ ചെയ്തിരിക്കണം? റോൾസ് ലോനെ ഒബേ ചെയ്തിരിക്കണം. എന്തായിരുന്നു റോൾസ് ലോ എന്ന് പറയുന്നത്? ഒരു വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇതിലെ റോൾസ് ലോ. സോ അത് ഒബേ ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ സൊല്യൂഷൻസ് ആര് ഒബേ ചെയ്യുന്നുണ്ട്? റോൾസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട്. അതിൽ കണ്ടീഷൻസ് എടുത്ത് പറയുന്നുണ്ട്. അറ്റ് എവറി റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ? ഐഡിയൽ സൊല്യൂഷൻസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? പാർഷ്യൽ വേപ്പർ പ്രഷർ അല്ലെ, പി എ ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ ആൻഡ് പി ബി ഈക്വൽ ടു പി നോട്ട് ബി ഇൻറ്റു കൈ ബി. അതായത് റോൾസ് ലോന് ഒബേ ചെയ്യണം. ഓക്കെ അല്ലേ? ഇതിന്റെ റോൾസ് ലോ എന്ന് പറയുന്നത് അല്ലെ. എന്തായിരുന്നു റോൾസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, റോൾസ് ലോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു അല്ലെ. എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പി എ ഈസ് ഈക്വൽ ടു അല്ലെ, പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ, അതുപോലെ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ബി. ഇതിന് നമ്മുടെ റോൾസ് ലോ എന്ന് പറയുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോഴല്ലേ നമുക്ക് പി നോട്ട് എ പി നോട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ ഇത് ഒബേ ചെയ്യണം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ കണ്ടീഷൻ മനസ്സിലായല്ലോ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എൻതാൽപി ഓഫ് മിക്സിംഗ് ഓഫ് ടു കമ്പോണൻസ് ഷുഡ് ബി 0. ഓക്കെ അല്ലേ? അതായത് എൻതാൽപി ഓഫ് മിക്സിംഗ് ഓഫ് ടു കമ്പോണൻസ്, അതായത് ഡെൽറ്റ എച്ച് അല്ലെ. ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പോണൻസും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എൻതാൽപി ചേഞ്ച് അല്ലെ, ചേഞ്ച് ഇൻ എൻതാൽപി ആണ്. അതെന്തായിരിക്കണം? ഈക്വൽ ടു 0. അതുപോലെ വോളിയം ഓഫ് മിക്സിംഗ് ഓഫ് ടു കമ്പോണൻസ് ഷുഡ് ബി 0. അപ്പൊ രണ്ട് കമ്പോണൻസും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വോളിയം, മിക്സിംഗ് വോളിയം അല്ലെ, ചേഞ്ച് ഇൻ വോളിയം എന്ന് നമുക്ക് പറയാം. ആ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഈക്വൽ ടു 0 ആയിരിക്കണം. അതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ അല്ലെ? അപ്പൊ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു റോൾസ് ലോനെ ഒബേ ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ആണ്. രണ്ടാമത് പറയുന്നത് ഡെൽറ്റ എച്ച് മിക്സ് ആണ്. ഡെൽറ്റ എച്ച് മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് സൊല്യൂഷൻസ് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ട് സൊല്യൂഷൻസിന് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വോളിയം ചേഞ്ച് എന്ന് പറയുന്നതും ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവരുടെ ജനറൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി the solution is said to be an ideal solution only when the intermolecular forces of attraction between AA, BB and AB are almost equal. എന്താ പറയുന്നത്? അതായത് ഇപ്പൊ നമ്മള്
പറയാണ്. ഇപ്പൊ എ എന്ന് പറയുന്നത് ഇപ്പൊ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒരു സോൾവെന്റും സോല്യൂട്ടും അങ്ങനെ നമ്മൾ എപ്പോഴും ഇത്ര നേരം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഐഡിയൽ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണ് അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ ആണ് എന്ന് പറയണമെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഉള്ളിലുള്ളതാണ് അല്ലെ, ആ ആറ്റത്തിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷന്റെ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. അപ്പോ ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ഓഫ് എ അതുപോലെ ബി അല്ലെങ്കിൽ എ ബി അല്ലെ, ഇവർ തമ്മിലുള്ള ആ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എങ്ങനെയായിരിക്കണം? ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. ഏകദേശം ഒക്കെ എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ ഒബേ ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പിടികിട്ടിയോ? ഓക്കെ ആണോ? പിടികിട്ടിയില്ലേ? ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് ഇപ്പൊ എ എന്ന് പറഞ്ഞ സോൾവെന്റ്, ബി എന്ന് പറഞ്ഞ സൊല്യൂട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്. അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, ഓക്കെ അല്ലെ? അവർ തമ്മിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എ ബി പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. പിടികിട്ടിയല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഐഡിയൽ സൊല്യൂഷൻസിന്റെ എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞൂടെ? എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ആരെയൊക്കെ പറയാം? ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, സൊല്യൂഷൻ ഓഫ് എൻ ഹെക്സൈൻ ആൻഡ് എൻ ഹെപ്റ്റൈൻ, സൊല്യൂഷൻസ് ഓഫ് ബ്രോമോ ഈഥെയ്ൻ ആൻഡ് ക്ലോറോ ഈഥെയ്ൻ, സൊല്യൂഷൻസ് ഓഫ് ബെൻസീൻ ആൻഡ് ടോളുവിൻ. ഓക്കെ അല്ലെ? ഇതൊക്കെ എന്താണ്? ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. ഓക്കെ അല്ലെ? എൻ ഹെക്സൈന്റെയും എൻ ഹെപ്റ്റൈന്റെയും സൊല്യൂഷൻ, അതുപോലെ ബ്രോമോ ഈഥെന്റെയും ക്ലോറോ ഈഥെന്റെയും സൊല്യൂഷൻ, അതുപോലെ ബെൻസീന്റെയും ടൊളുവിന്റെയൊക്കെ സൊല്യൂഷൻസ്. ഓക്കെ അല്ലെ? ഇതൊക്കെ എന്താണ്? ഈ ഒരു ഐഡിയൽ സൊല്യൂഷൻസ് ആണ് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ റോൾസ് ലോ ഒബേ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ആ ഒരു കോൺസെൻട്രേഷനും അറ്റ് ഓൾ ടെമ്പറേച്ചർ അല്ലെ, എല്ലാ ടെമ്പറേച്ചറിലും അത് എന്ത് ചെയ്യണം? ആ ഒരു ലോനെ ഒബേ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലെ? അതിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെ ആ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ അല്ലെ? യെസ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ഇനി എന്താ? നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് വിച്ച് ഡോണ്ട് ഒബേ Rolle's law at every range of concentration and at all temperatures are called non-ideal solutions. എന്താണ് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് റോൾസ് ലോനെ ഒബേ ചെയ്യാത്ത ആൾക്കാരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. റോൾസ് ലോനെ ഒബേ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതൊരു കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിലും, ഇപ്പൊ നമ്മൾ ഏതൊരു കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊക്കെ നിങ്ങൾ ടെമ്പറേച്ചേഴ്സ് എടുത്ത് നോക്കിയാലും ആ സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? റോൾസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസിനും കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചില്ലേ എ ബി അതുപോലെ എ ബി ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതേ സംഭവം തന്നെയാണ് പറയുന്നത്. സൊല്യൂട്ട് അതുപോലെ സോൾവെന്റ് ഇന്ററാക്ഷൻസ് ആർ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ. നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? എ ഓക്കെ അല്ലേ? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞില്ലേ എ അതുപോലെ ബി അതുപോലെ എ ബി ഇന്റർമോളിക്കുലർ അല്ലെ, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് പറഞ്ഞില്ലേ? അതിന്റെ അർത്ഥം എന്താന്ന് ഇപ്പൊ മനസ്സിലായോ? സൊല്യൂട്ടും അല്ലെ, അതുപോലെ സൊല്യൂട്ടും സോൾവെന്റും ഇവർ തമ്മിലുള്ള ആ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ആരുടെ കണ്ടീഷനിൽ? ഐഡിയൽ സൊല്യൂഷൻസിന്റെ കണ്ടീഷനിൽ. പിടികിട്ടിയല്ലോ? എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ കണ്ടീഷനിൽ എന്തായിരിക്കില്ല? എന്തായിരിക്കില്ല?
യെസ്, അവർ തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷനിൽ വെച്ച് വ്യത്യാസമായിരിക്കും. ഓക്കെ അല്ലെ? അപ്പൊ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് സോൾവെന്റ് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സ് അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുപോലെ എൻതാൽപ്പി ഓഫ് വോളിയം ഓഫ് മിക്സിംഗ് നമ്മൾ പറയില്ലേ, അപ്പൊ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോളിയം അതും എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. 0 ആയിരിക്കില്ല. നേരത്തെ പറഞ്ഞതൊക്കെ എന്തായിരുന്നു? ഡെൽറ്റ എച്ച് മിക്സ്, അതുപോലെ ഡെൽറ്റ വി മിക്സ് ഒക്കെ എന്തായിരുന്നു ഡെൽറ്റ മിക്സിന്റെ കേസില്? എന്നാൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ നോട്ട് ഈക്വൽ. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് 2 തരത്തിലാണ് ഉള്ളത്. ഓക്കെ ആണോ? പിടികിട്ടിയല്ലോ. നോൺ ഐഡിയൽ സൊല്യൂഷൻസ് 2 തരത്തിലുണ്ട്. 2 തരത്തിലാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഉള്ളത്. അതിൽ ഒന്ന് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. നമ്മൾ പറഞ്ഞു റോൾസ് ലോനെ ഒബേ ചെയ്യില്ല, റോൾസ് ലോയിൽ നിന്നും വയലേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ഈ റോൾസ് ലോന്റെ വയലേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ബേസിസിൽ നമുക്ക് 2 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ഇപ്പൊ കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. Positive deviation from Rolle's law occurs when the vapor pressure of the component is greater than what is expected in Rolle's law. അപ്പൊ എപ്പോഴാണ് ഒരു സൊല്യൂഷൻ റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? എപ്പോഴാണ് കാണിക്കുന്നത്? അവരുടെ വേപ്പർ പ്രഷർ, ആരുടെ വേപ്പർ പ്രഷർ? ഓരോ കമ്പോണന്റിന്റെയും വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് റോൾസ് ലോയിൽ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. റോൾസ് ലോയിലേക്ക് നമ്മൾ പറയില്ലേ, ഒരു എക്സ്പെക്റ്റഡ് ഒരു റേഞ്ച് ഉണ്ടാവുമല്ലോ വേപ്പർ പ്രഷറിന്. ആ ഒരു റേഞ്ചിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോഴാണ് ഇവര് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ റോൾസ് ലോയിന്റെ ആ ഒരു വേപ്പർ പ്രഷർ, ആ ഒരു എക്സ്പെക്റ്റഡ് വേപ്പർ പ്രഷർ റേഞ്ചിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ് ഈ ഒരു സൊല്യൂഷന്റെ കമ്പോണൻസിന്റെ വേപ്പർ പ്രഷർ എന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. കിട്ടിയല്ലോ. ഓക്കെ അല്ലെ? അവർ കാണിക്കുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലെ? ചിത്രം തന്നിട്ടുണ്ട്. The solute-solvent forces of attraction is weaker than solute and solvent interaction. അപ്പൊ ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ നോൺ ഐഡിയൽ സൊല്യൂഷൻ പറഞ്ഞ കാര്യം സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആരെ വെച്ച് ഡിഫറെന്റ് ആണ്? സൊല്യൂട്ട് സോൾവെന്റിന്റെ ഇന്ററാക്ഷനെ വെച്ച് നോക്കുമ്പോൾ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? എവിടെ? നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ. അത് തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോസിറ്റീവ് ഡീവിയേഷനിൽ പറഞ്ഞ കാര്യം എന്താണ്? സൊല്യൂട്ട് സോൾവെന്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനെക്കാട്ടിലും വീക്കർ ആണ്. പറയുന്ന കാര്യം കിട്ടിയോ? എന്താണ്? വീക്കർ ആണ്. ഓക്കെ അല്ലേ? പറയുന്ന കാര്യം കിട്ടിയില്ലേ? ഓക്കെ, എന്താണ്? യെസ്, വീക്കർ ആണ്. കണ്ടോ? വീക്കർ ആണ്. ആരുടെ? സൊല്യൂട്ട് സോൾവെന്റിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനെക്കാട്ടിലും വീക്കർ ആണ്. ഓക്കെ അല്ലേ? അതായത് നോക്കിയേ, എ എന്ന് പറയുന്നത് സൊല്യൂട്ട്, ബി എന്ന് പറയുന്നത് സോൾവെന്റ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആരെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്? സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ഇന്ററാക്ഷൻ വെച്ച് നോക്കുമ്പോൾ സോൾവെന്റ് സൊല്യൂട്ടിന്റെ ഇന്ററാക്ഷൻ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പിടികിട്ടിയല്ലോ. Thus in such conditions, അല്ലെങ്കിൽ thus in such solutions, molecules will find it easier to escape than in the pure state. This will increase the vapor pressure and result in the positive deviation.
അപ്പൊ എന്തുണ്ടാവുന്നു എന്നാ പറയുന്നത്? അങ്ങനെയുള്ള സൊല്യൂഷനുകളിൽ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതെന്ത് കൂട്ടും? വേപ്പർ പ്രഷർ കൂട്ടുകയും പോസിറ്റീവ് ഡീവിയേഷന് കാരണമാവുകയും ചെയ്യുന്നു. ആ ഒരു ഗ്രാഫ് നോക്കിയേ. ആക്ച്വലി ഗ്രാഫ് വരേണ്ടത് എങ്ങനെയാണ്? ആ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ ഗ്രാഫ് എങ്ങനെ വന്നു? ആ ഡോട്ടഡ് ലൈന്റെ മുകളിലേക്ക് വന്നു അല്ലെ. മുകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. പിടികിട്ടിയോ പറഞ്ഞ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് പറഞ്ഞപ്പോ പറയുന്ന കാര്യം, റോൾസ് ലോനെ ഒബേ ചെയ്യാത്ത ആൾക്കാർ, അല്ലെങ്കിൽ റോൾസ് ലോയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അത് ഏതൊരു ടെമ്പറേച്ചർ എടുത്താലും ഏതൊരു കോൺസെൻട്രേഷൻ എടുത്താലും അവരെന്ത് ചെയ്യുന്നില്ല? റോൾസ് ലോനെ ഒബേ ചെയ്യുന്നില്ല. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, സൊല്യൂട്ട് തമ്മിലുള്ള ഇന്ററാക്ഷനും സോൾവെന്റ് തമ്മിലുള്ള ഇന്ററാക്ഷനെക്കാട്ടിലും വ്യത്യസ്തമാണ് സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഓക്കെ അല്ലെ? ഇനി നമുക്ക് ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് റോൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരും മറ്റൊന്ന് റോൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരുമാണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? ആ ഒരു സൊല്യൂഷന്റെ കമ്പോണൻസിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് റോൾസ് ലോയിൽ എക്സ്പെക്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കുമ്പോഴാണ് അവർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അങ്ങനെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സമയത്ത് ഈ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനെക്കാട്ടിലും വീക്കർ ആയിരിക്കും. ഓക്കെ അല്ലെ? അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മുടെ മോളിക്യൂൾസിന് ഈസിലി എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ഫലമായിട്ട് എന്ത് കൂടും? പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ടാകുന്നു. ആക്ച്വലി ഡോട്ടഡ് ലൈൻസ് ആണ് വരേണ്ടത് എന്നുണ്ടെങ്കിലും അതിന്റെ മുകളിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ. കേട്ടോ? അതിന്റെ മുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് പോകുന്നത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓക്കെ അല്ലെ? ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൂൾസ് ലോ. നെഗറ്റീവ് ഡീവിയേഷൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം ഓർക്കുക. നേരത്തെ പറഞ്ഞത് ഗ്രേറ്റർ ദാൻ എക്സ്പെക്ടഡ് വാല്യൂ അല്ലേ? ഇപ്പൊ പറയുമ്പോൾ ലെസ് ദാൻ എക്സ്പെക്ടഡ് വാല്യൂ ഓർത്ത് വെക്കുക. അപ്പൊ റോൾസ് ലോന്റെ വേപ്പർ പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും കമ്പോണൻസിന്റെ വേപ്പർ പ്രഷർ എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുക. അവിടെ തന്നെ ഈ സോൾവെന്റിന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സോൾവെന്റ് ഇന്ററാക്ഷനെക്കാട്ടിലും സ്ട്രോങ്ങർ ആയിരിക്കും. നേരത്തെ പറഞ്ഞത് വീക്കർ ആണ്, ഇവിടെ പറയുമ്പോൾ സ്ട്രോങ്ങർ ആണ്. ആ കണ്ടീഷനിലാണ് എന്ത് കാണിക്കുന്നത്? വേപ്പർ പ്രഷർ എന്ത് കാണിക്കുന്നത്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് എന്തിന് കാരണമാകുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞു വേപ്പർ പ്രഷർ കൂടാനാണ് കാരണമായിട്ടുള്ളത്. അത് കൂടുന്നത് കൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ എന്ത് പറഞ്ഞു? നമ്മുടെ മോളിക്യൂൾസിന് ഈസി ആയിട്ട് സ്ട്രോങ്ങർ അല്ലേ ആവുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആവുമ്പോൾ ഈസി ആയിട്ട് മോളിക്യൂൾസിന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ? മോളിക്യൂൾസിന് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഫലമായിട്ട് വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. വേപ്പർ പ്രഷർ കുറയുമ്പോഴാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുന്നു? ആ ഡോട്ടഡ് ലൈൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ആ ഡോട്ടഡ് ലൈനിന്റെ എങ്ങോട്ടേക്ക് പോകുന്നു? താഴത്തേക്ക് ലൈൻ പോകുന്നു. താഴത്തേക്ക് കണ്ടോ? താഴത്തേക്ക് വരച്ചിരിക്കുന്നത് കണ്ടോ? ഇനി ഞാൻ വരച്ച് കാണിച്ചു തരണോ? കണ്ടോ? താഴത്തേക്ക്. യെസ്, ഇങ്ങനെ താഴത്തേക്ക് കണ്ടോ? താഴത്തേക്ക് ലൈൻ വന്നിരിക്കുന്നത് കണ്ടോ? അതുപോലെ ഇവിടെയും താഴത്തേക്ക് വന്നു. ഇത് കണ്ടോ? ഇതും താഴത്തേക്ക് വന്നു അല്ലെ? ആക്ച്വലി വരേണ്ടത് എങ്ങനെയാണ്? കണ്ടോ? ഇങ്ങനെ നേരെയാണ് വരേണ്ടത്. ഇങ്ങനെ നേരെയാണ് വരേണ്ടത് അല്ലെ? പക്ഷെ എന്തുണ്ടായി? അതിൽ നിന്നും താഴത്തേക്ക് വന്നു. അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ ഇനി തെറ്റിക്കില്ലല്ലോ. പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും ക്ലിയർ ആയി മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആയില്ലേ? ഓക്കെ.
ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ? പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എത്തനോൾ പ്ലസ് വാട്ടർ, എത്തനോൾ പ്ലസ് അസറ്റോൺ, CCl4 പ്ലസ് ക്ലോറോഫോം, ഇതൊക്കെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ഫീനോളിന്റെയും അനിലിന്റെയും മിക്സ്ചർ, അതുപോലെ അസറ്റോണിന്റെയും ക്ലോറോഫോമിന്റെയും മിക്സ്ചർ. ഇവരൊക്കെ കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാലോ? യെസ്, റെഡി അല്ലേ? ആൻഡ് അസിയോട്രോപ്സ് എന്താണ്? നെക്സ്റ്റ് ടോപ്പിക് ആണ് അസിയോട്രോപ്സ്. An azeotrope is a mixture of compound with the same composition in the vapor as in the liquid. എന്താ പറയുന്നത്? അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് വിത്ത് ദ സെയിം കോമ്പോസിഷൻ ഇൻ ദ വേപ്പർ ആസ് ഇൻ ദ ലിക്വിഡ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? An azeotrope is a liquid mixture that has a constant boiling point and whose vapor has the same composition as the liquid. ഓക്കെ അല്ലേ? അസിയോട്രോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേപ്പർ ഫേസിലും ആസ് ഇൻ ദ ലിക്വിഡ് ഫേസിലും കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? സെയിം കോമ്പോസിഷൻ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ അസിയോട്രോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആക്ച്വലി ഇവരെന്താണ്? ലിക്വിഡ് മിക്സ്ചേഴ്സ് ആണ്. ഓക്കെ അല്ലേ? അവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ അവരുടെ വേപ്പറിന് സെയിം കോമ്പോസിഷൻ ആസ് ദ ലിക്വിഡ്. വേപ്പർ ഫേസിനും ലിക്വിഡ് ഫേസിനും ഒരേ കോമ്പോസിഷനും ആയിരിക്കും. പിടികിട്ടിയല്ലോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് ദി അസിയോട്രോപ്സ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് ഈ ഒരു അസിയോട്രോപ്പിന്റെ കമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കുന്ന പരിപാടിയല്ല. പിടികിട്ടിയല്ലോ? അപ്പോ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചേഴ്സ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അതിന് ലിക്വിഡ് ഫേസിലും അതുപോലെ തന്നെ ഗേഷ്യസ് ഫേസ് അല്ലെങ്കിൽ വേപ്പർ ഫേസിലും എങ്ങനെയായിരിക്കും? ഒരേ കോമ്പോസിഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരുടെ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ അവരുടെ കമ്പോണൻസിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. ഏതുപയോഗിച്ചിട്ട്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ട്. ഇനി നമുക്ക് പോസിറ്റീവ് അസിയോട്രോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് അസിയോട്രോപ്പ് ഉണ്ട്. നമുക്ക് ഈ പോസിറ്റീവ് അസിയോട്രോപ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് മിനിമം നമ്മൾ പറഞ്ഞു ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് പോസിറ്റീവ് അസിയോട്രോപ്പ് നെഗറ്റീവ് അസിയോട്രോപ്പ് ഉണ്ട്. പോസിറ്റീവ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ മിനിമം ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുന്നത്. എന്നാൽ നെഗറ്റീവ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുന്നത്. Those azeotropic mixtures which show large positive deviation from Rolle's law at specific composition are called positive azeotrope. They show boiling point lower than the boiling point of their constituents. That's why they are called minimum boiling azeotrope. എന്താ പറയുന്നത്? പോസിറ്റീവ് അസിയോട്രോപ്പ് അല്ലെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? റോൾസ് ലോയിൽ നിന്നും ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ കാട്ടിലും ബോയിലിംഗ് പോയിന്റിനെ കാട്ടിലും കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പോസിറ്റീവ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് എത്തനോളും വാട്ടറും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ്ചർ. ഓക്കെ അല്ലേ? ഇനി നെഗറ്റീവ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ എന്നല്ലേ? ഇവിടെ വരുമ്പോൾ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ എന്നാവും. ഓക്കെ അല്ലേ? അവരെന്ത് ചെയ്യുന്നു? അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ പറയുന്നത് ലെസ് ദാൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഹയർ ദാൻ ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ദെയർ കോൺസ്റ്റിറ്റ്യുവൻസ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നൈട്രിക് ആസിഡും വാട്ടറും. അപ്പോ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അസിയോട്രോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? അവരൊക്കെ എന്താണ്? ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അവരുടെ ലിക്വിഡ് ഫേസിലെടുത്താലും വേപ്പർ ഫേസിലെടുത്താലും അവർക്ക് ഒരേപോലത്തെ കോമ്പോസിഷനും ആയിരിക്കും. അവരുടെ ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റും ആയിരിക്കും. അത് കിട്ടിയല്ലോ? അതുപോലെ അവരുടെ കമ്പോണൻസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനും സാധിക്കില്ല. ഇനി പോസിറ്റീവ് അസിയോട്രോപ്പ് അല്ലെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവരുടെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് എത്തനോളും വാട്ടറും.
നെഗറ്റീവ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ ഹയർ ആയിരിക്കും അല്ലെ, ലാർജർ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുന്നത്. അതുപോലെ അവര് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഹയർ ദാൻ ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ദിയർ കോൺസ്റ്റിറ്റ്യുവൻസ്. ദാറ്റ്സ് വൈ ദേ ആർ കോൾഡ് ആസ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. എക്സാമ്പിൾ നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ. ഓക്കെ അല്ലെ, പിടികിട്ടിയോ? ഇത്രയുമാണ് എന്ത് നമ്മുടെ അസിയോട്രോപ്പ് എന്നുള്ള ഭാഗം. ഏത് ഭാഗമാണ്? അസിയോട്രോപ്പ് എന്നുള്ള ഭാഗം. ഓക്കെ അല്ലെ? സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വേപ്പർ പ്രഷറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് റോൾസ് ലോ ആയിരുന്നു. റോൾസ് ലോ എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? ഒരു വോളറ്റൈൽ സൊല്യൂഷന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ ഇക്വേഷൻസ് നമുക്ക് നോക്കി അല്ലെ? പി സൊല്യൂഷൻ ഈക്വൽ ടു പി നോട്ട് എ പ്ലസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ ബി എന്ന് പറഞ്ഞു. അതിനുശേഷം അതുമായിട്ട് റിലേറ്റഡ് ഗ്രാഫ് നമ്മൾ നോക്കി. പിന്നെ നമ്മൾ ഹെൻറീസ് ലോന്റെ സ്പെഷ്യൽ കേസ് ആയിട്ട് റോൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ നമ്മൾ പറഞ്ഞു. ആ ഒരു ലോയിൽ നമ്മൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ പി നോട്ട് എ മൈനസ് പി എസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് പറയാം റിലേറ്റീവ് ഓവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ നോൺ ഐഡിയൽ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻസ് ആണ്. എന്താണ് ഐഡിയൽ സൊല്യൂഷൻ? അതായത് റോൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ് ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റോൾസ് ലോയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ നോൺ ഐഡിയൽ സൊല്യൂഷൻ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് പോസിറ്റീവ് ഡീവിയേഷനും മറ്റൊന്ന് നെഗറ്റീവ് ഡീവിയേഷനും ആണ്. ഓക്കെ അല്ലേ? അതിന്റെ ഗ്രാഫും കണ്ടോ, അതിന്റെ ഗ്രാഫും തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയത് അസിയോട്രോപ്പ് എന്നുള്ള ഭാഗം. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും, അതായത് പോസിറ്റീവ് അസിയോട്രോപ്പും നെഗറ്റീവ് അസിയോട്രോപ്പും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഇത്രയുമാണ് നമുക്ക് ഏത് ഭാഗത്തുള്ളത്? ഈ ഒരു വേപ്പർ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3-4 ടേംസും കേട്ടോ. ഏതൊക്കെ പലതരത്തിലുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതാണ് ടേംസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും അതിന്റെ ആ ഒരു എക്സാമ്പിളും ഒരു എക്സ്പ്രഷൻ കേട്ടോ, എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടേമും. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ ഭാഗം ഇപ്പോഴത്തെ ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? ഗ്രാഫൊക്കെ നന്നായിട്ട് നോക്കുക, നന്നായി നോക്കി പഠിക്കുക. ഡൗട്ട്സും അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, താങ്ക് യു.